ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ദീപിക പത്രത്തിന് നൽകിയ ഒരു അഭിമുഖം വൻ വിവാദമായി. അദ്ദേഹം CBSI പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ അഭിമുഖം നൽകിയത്. അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത് സീറോ മലബാർ സഭയിലെ ആരാധനക്രമ വിഷയത്തിലെ തർക്കങ്ങളിൽ ബാഹ്യശക്തികൾ ഇടപെട്ടുവെന്നും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സഹായം അതിലുണ്ടായിരുന്നു എന്നുമാണ്. ഈ പ്രസ്താവന വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിന് സമാനമായ ചില പ്രസ്താവനകൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായി. രണ്ട് സമുദായ നേതാക്കളാണ് സമാനതകളുള്ള മറ്റ് രണ്ട് പ്രസ്താവനകൾ നടത്തിയത്. അതൊന്ന് SNDPയുടെ നേതാവായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശനും NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G. സുകുമാരൻ നായരുമാണ്. അതിലെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന ഇപ്രകാരമായിരുന്നു: കേരളത്തിൽ അടിയന്തരമായി നായാടി മുതൽ നസ്രാണി വരെയുള്ള ജനങ്ങളുടെ സമൂഹത്തിൻ്റെ ഒരു ഐക്യമുണ്ടാക്കണം എന്നുള്ളതാണ്. G. സുകുമാരൻ നായർ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രസ്താവനയെ അനുകൂലിക്കുകയും ഇനി ഒരുമിച്ച് ഒരു സമൂഹമായി മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ആ പ്രസ്താവനയിൽ നിന്ന് പിന്മാറുകയും അങ്ങനെ ഒരു ഐക്യം കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ നല്ലതല്ല എന്ന് പറയുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ പ്രസ്താവനയിലും തൻ്റെ നിലപാടുകളിലും ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ മൂന്ന് പേരുടെ പ്രസ്താവനകൾ ഉണ്ടാക്കിയ മുറിവുകളും വിവാദങ്ങളും ചെറുതല്ല. ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്നും പിന്മാറി. വെള്ളാപ്പള്ളി നടേശൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് തൻ്റെ പ്രസ്താവന ഇതുവരെയും പിൻവലിച്ചിട്ടുമില്ല. കേരള സമൂഹത്തിൽ അത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്ന് പേരുടെയും പ്രസ്താവനകളും നിലപാടുകളും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണതെന്ന് അറിയാമോ? ഈ മൂന്ന് പേരും ചിലരെ ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതാനും ചിലരെ സംശയ നിഴലിൽ നിർത്തുന്നു സമൂഹത്തിൽ. ഈ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ വെറുപ്പിന് ഒരു ശരീരമില്ല എന്നുള്ളതാണ്. വെറുപ്പിനൊരു ശരീരം ഉണ്ടാകണമെങ്കിൽ ഒരു ശത്രുവിനെ ഉണ്ടാക്കണം. ഈ ശത്രുവാണ് തങ്ങളുടെ സമുദായത്തിൻ്റെ മുഴുവൻ പരാജയ കാരണമെന്ന് അണികളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ വെറുപ്പ് ഒരു ശരീരം പ്രാപിക്കുകയുള്ളൂ. രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ദുഃഖകരമെന്ന് പറയട്ടെ, ചിലപ്പോൾ ചില സഭാ നേതാക്കന്മാരും ഇപ്രകാരം വെറുപ്പിന് ശരീരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നത് ദുഃഖകരമാണ്. സമുദായ നേതാക്കന്മാർ രണ്ടു പേര് അവർ ശത്രുപക്ഷത്ത് നിർത്തിയത് തങ്ങളുടെ സമുദായത്തിന് പുറത്തുള്ളവരെ ആയിരുന്നുവെങ്കിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൻ്റെ പ്രസ്താവനയിലൂടെ സംശയനിഴലിലാക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഭയിൽ തന്നെയുള്ള ചിലരെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, സീറോ മലബാർ സഭയിലെ പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ആരാധനക്രമ പ്രശ്നങ്ങളിൽ, തർക്കങ്ങളിൽ ബാഹ്യശക്തികൾ ഇടപെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരൊക്കെ ആരാധനക്രമ പരിഷ്കരണത്തിൽ വിയോജിച്ചോ അവർക്കെല്ലാം PFIയുടെ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയുടെ സഹായം ലഭിച്ചിട്ടുണ്ടാവാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ബിഷപ്പുമാരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, നിരവധിയായിട്ടുള്ള വിശ്വാസികളുണ്ട്. പക്ഷെ അദ്ദേഹം ഉന്നം വെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ആരാധനക്രമ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് തർക്കം ഉന്നയിച്ച എറണാകുളം അതിരൂപതയാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹം ഉന്നം വെക്കുന്ന മിക്കവാറും അവരെ തന്നെ ആവണം. ഇതൊരു ഹീനമായ തന്ത്രമാണ്.
ചിലരെ സംശയനിഴലിൽ നിർത്തുക, ശത്രുപക്ഷത്ത് നിർത്തുക. ചുരുക്കി പറഞ്ഞാൽ ഇതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്ന കാര്യം ഇതാണ്. ആരാധനക്രമ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുള്ളവർ, വിയോജിപ്പുള്ളവരെല്ലാം മറ്റ് ബാഹ്യശക്തികളുടെ, അത് തീവ്രവാദ സംഘടനകളാകാം, അല്ലെങ്കിൽ മറ്റ് നിരോധിത സംഘടനകളാകാം, അവരുടെയൊക്കെ പക്ഷക്കാരാണ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സമൂഹത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാനും കാരണമാകും. ഇന്ന് ഭാരതത്തിൽ വളർന്നു വരുന്ന വെറുപ്പിൻ്റെ തത്വശാസ്ത്രം രൂപപ്പെട്ടിരിക്കുന്നതും ഏകദേശം ഈ രീതിയിലാണ്. ഒരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ അസമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഈ അടുത്ത കാലത്ത് പറഞ്ഞത്, ബംഗാളി സംസാരിക്കുന്ന മിയ മുസ്ലിംസ് ഈ നാടിന് അനഭിമതരാണ്, അതുകൊണ്ട് അവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കണമെന്നാണ്. നോക്കൂ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തൻ്റെ തന്നെ സംസ്ഥാനത്തുള്ള ബംഗാളി മറ്റൊരു ഭാഷ സംസാരിക്കുന്ന സഹോദരങ്ങളെ, ബംഗാളി ഭാഷ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഭാഷ കൂടിയാണെന്ന് ഓർക്കണം, എന്നിട്ടും അപ്രകാരം നിലപാടെടുക്കുന്നത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് പറഞ്ഞു വെക്കാനുള്ളത്, സമുദായ നേതാക്കളും സഭാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഏറ്റവും അടിയന്തരമായി പിന്തിരിയേണ്ട ഒരു മാർഗമാണ് വെറുപ്പിൻ്റെ വിപണനവും വെറുപ്പിൻ്റെ രൂപീകരണവും. ഇവിടെ PFIയെ ടൂളാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ, വിയോജിപ്പുള്ള ഒരു കൂട്ടം ആളുകളെ, സമൂഹത്തെ സംശയനിഴലിലും മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്ന രീതിയിലും ആക്കി തീർക്കുന്നത് അത്യന്തം ഗുരുതരമാണ്, സുവിശേഷ വിരുദ്ധമാണ്, ക്രിസ്തുവിന് വിരുദ്ധമാണ്, മാനവ വിരുദ്ധമാണ്. നന്ദി.